കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ എന്തായിരുന്നു അനുഭവം? ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പലരും മറന്നുപോയി. അങ്ങനെ മറക്കാറായിട്ടില്ല. മറക്കേണ്ടതാണ്, ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ അങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ സ്മൃതിപഥങ്ങളിൽ എവിടെയെങ്കിലും വേണം. ഇവരോ മറ്റോ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെ നാടിന്റെ സമാധാനം ഒരു ഓർമ്മയായി മാറും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഡോക്ടർ ബോധപൂർവം കിടക്കട്ട ഒരു കത്രിക വയറ്റിൽ എന്ന് വെച്ചിട്ട് വെച്ചു കൊടുത്തതായിരിക്കുമോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സാധാരണ ചിന്താഗതിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ലേ? സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അതൊരു അബദ്ധം പറ്റിയതാണ്, ഒരു തെറ്റ്, ഒരു പെശക്, മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. കേരളത്തിൽ മാത്രം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി അടിച്ച് ശരിപ്പെടുത്തണം. ഇതെവിടുത്തെ ന്യായമാണ്? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖമായി നിൽക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയെ കയ്യേറ്റത്തിന് വിധേയമാക്കിയാൽ സ്വാഭാവികമായും ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരുമെന്നും ചിലപ്പോഴത് അതിരിവിടുമെന്നും ഏത് കനകോലുവിനും അറിയാം. അങ്ങനെ വിടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതളവ് വരെ പോകാനും യാതൊരു മടിയുമില്ലാത്ത, ഏത് നീച കൃത്യം ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ പ്രതിപക്ഷം മാറി. എങ്ങനെ ഒരാളെ കൊല്ലാം? നിങ്ങൾ കരുതും ഞാൻ അതിശോക്തിപരമായിട്ടെന്നോ പറയാം. അല്ല, ശിരോമാർ RSSന്റെ ശാഖയിലെ ഒരു അഭ്യാസമാണ്. എന്ന് വെച്ചാൽ ഒരാളെ തലയ്ക്കടിച്ചു കൊല്ലാൻ എവിടെ അടിക്കണം, തലയുടെ ഏത് ഭാഗത്തടിച്ചാലാണ് ഒറ്റയടിക്ക് ആള് ഭരിക്കുക. അതാണ് ശിരോമാർ. ആ കോഴ്സിന്റെ സിലബസ് അതാണ്. ആരുടെ നീളമുള്ള ഒരു മുളവടിയാണ് ആയുധം. ആയുധം കൊണ്ട് നിങ്ങൾ എതിരാളിയെ നേരിടുമ്പോ ഒറ്റയടിക്ക് ആള് മരിക്കണമെങ്കിൽ തലയുടെ ഏത് ഭാഗത്തടിക്കണം, എങ്ങനെ അടിക്കണം, എത്ര ദൂരെ നിന്ന് അടിക്കണം, എത്ര ശക്തിയിൽ അടിക്കണം, ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അധോമാർ, കഴുത്തിന് താഴെയുള്ള ശരീരഭാഗത്തടിക്കുമ്പോ എവിടെ അടിച്ചാലാണ് മാരകമായി പരിക്കേൽക്കുക. വെറുതെ കണ്ണിക്കണ്ടോടത്തൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അപ്പോ അതിന് ശാസ്ത്രീയമായി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അധോമാർ. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ കൊല്ലാനുള്ള ആയുധ പ്രയോഗങ്ങൾ പഠിപ്പിക്കുന്ന കളരികളാണ് RSSന്റെ ശാഖകൾ. ഞാനിപ്പോഴും ഓർക്കുന്നു, മെയ് മാസം 1-ാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. അപ്പൊ തലക്കെട്ടിന്റെ കൗതുകം കൊണ്ട് ബാക്കി വായിച്ചു. അപ്പൊ തുടർന്ന് ഇങ്ങനെ എഴുതി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി. ഇതായിരുന്നു വാർത്ത. വോട്ട് പിറ്റേ ദിവസം എണ്ണാൻ പോകുന്നു. പക്ഷേ തർക്കം പരിഹരിച്ചു എന്ന വാർത്ത തലേ ദിവസം വന്നു. എന്താ ഇങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം? ആ വാർത്ത മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നില്ല, സത്യമായിരുന്നു. അത്രയ്ക്ക് ഉറച്ചു വിശ്വസിച്ചിരുന്നു 2021 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളത്തിൽ UDF ഗവൺമെന്റ് വരും എന്നാണ് അവർ കരുതിയത്. ആദ്യ പിണറായി സർക്കാരിന്റെ അവസാനത്തെ 6 മാസം കേരളത്തിൽ വൻതോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ, മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ UDFും BJPയും സജീവമായി പങ്കുവഹിച്ച വിവാദം. ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ചിരിയാണ് വരിക. രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നവരുണ്ടാവും, എതിർക്കട്ടെ. വിമർശിക്കുന്നവരുണ്ടാവും. എല്ലാ വിമർശനങ്ങൾക്കും സ്വാഗതം. വിമർശനങ്ങളോട് അസഹിഷ്ണുത ഇടതുപക്ഷത്തിനില്ല, ഉണ്ടാവാനും പാടില്ല. എന്നാൽ ഏത് വിമർശനത്തിന്റെയും മുകളിലാണ് കേരളത്തിൽ ഉണ്ടായ ഏതൊരാൾക്കും അനുഭവേദ്യമായ മാറ്റം. ആ മാറ്റങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ ഒരു കോൺഗ്രസുകാരനുമാവില്ല. ഇടപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ 10 വർഷത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളുടെ ഭാഗമായി അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാവുക? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കോൺഗ്രസുകാരനായി എന്ന കാരണം കൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആ കാലം തിരിച്ചു വരണം എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ? ഇപ്പൊ പവർ കട്ടില്ല കേരളത്തിൽ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരികെ വരണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഇടപ്പള്ളിയിലുണ്ടോ? കേരളത്തിലുണ്ടോ? പരീക്ഷാകാലത്ത് പോലും പാഠപുസ്തകങ്ങൾ കിട്ടാത്ത ഒരു കാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലം.
കോൺഗ്രസുകാരനായി എന്ന കാരണം കൊണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തേതുപോലെ പരീക്ഷയായാലും പാഠപുസ്തകങ്ങൾ കിട്ടരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടാവുമോ ഈ നാട്ടിൽ? ഒരു സാധ്യതയുമില്ലേ. സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ തുടങ്ങി കേരളത്തിൽ. ഇപ്പോഴത് സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ കൊടുക്കുന്ന നിലയിലേക്ക് എത്തി. അതാണ് മാറ്റം. അപ്പൊ രമേശ് ചെന്നിത്തല അതിനെന്തോ വിമർശിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് അബദ്ധം മനസ്സിലായത്. രാവിലെ വിമർശിച്ച ചെന്നിത്തല വൈകുന്നേരം അത് തിരുത്തി. ആ വിമർശനം തിരുത്തി. നല്ലത്. അപ്പൊ പാർട്ടി കോൺഗ്രസ് ആവാം, ലീഗ് ആവാം, പക്ഷെ അവർ ഭരിച്ച കാലം തിരികെ വരണമെന്ന് അവരിൽ ആരും ആഗ്രഹിക്കില്ല. നിയമന നിരോധനത്തിന്റെ ഒരു കാലം, അത് യുവജന സംഘടനാ പ്രവർത്തകരെല്ലാം അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും നിയമന നിരോധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരൻ നിയമന നിരോധനത്തിന്റെ ഉമ്മൻചാണ്ടിക്കാലം തിരികെ വരണം എന്ന് ആഗ്രഹിക്കൂ? ഒരു സാധ്യതയുമില്ല. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഓരോ മേഖലകളിലും ഈ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളോടൊപ്പം നാം ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേരളം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മാറ്റം ഏതാണ്? LDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏതാണ്? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. ഓരോ മേഖലയിലുള്ളവരും അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവും. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞേക്കാം. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞേക്കും നിയമന നിരോധനം എടുത്തു കളഞ്ഞു. ഇന്ത്യയിൽ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% ഈ കൊച്ചു കേരളത്തിലാണ്. എല്ലാറ്റിനും പുറമെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് അപേക്ഷിച്ച മുഴുവൻ പേർക്കും അക്കൗണ്ടിൽ കാശെത്തി. അത് പറഞ്ഞേക്കാം. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താവാണെങ്കിലോ മുടങ്ങിപ്പോയ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു കിട്ടിയെന്ന് മാത്രമല്ല 2000 രൂപയായി വർദ്ധിച്ചു. അതായിരിക്കും ഒരു വലിയ നേട്ടം. ഓരോ മേഖലയിലുമുള്ളവർ ഇങ്ങനെ എടുത്തു പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയ ചരിത്ര സംഭവത്തിന് കേരളം സാക്ഷിയായി. 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിൽ. സർവകാല റെക്കോർഡാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. സുരക്ഷിതമായ വീട്, അതായിരിക്കും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ളതാണ്. എങ്കിലും ഇതോടൊപ്പം മറന്നുപോകാൻ പാടില്ലാത്ത സുപ്രധാനമായ നേട്ടം സമാധാനമായി കേരളത്തിൽ ജീവിക്കാം എന്നതാണ്. സമാധാനമായി ഉറങ്ങാം. പേക്കിനാവുകളില്ലാത്ത നിദ്ര യാഥാർത്ഥ്യമായി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയൊരു സമാധാന അന്തരീക്ഷം ഇല്ല. അതാണ് പ്രത്യേകത. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ, വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, ശത്രുത വളർത്താൻ, അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ, രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മനുഷ്യരെ കൊന്നുതള്ളുന്ന ഹീനമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വാർത്തകളല്ലേ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും വരുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയല്ലേ. ഇഷ്ടമില്ലാത്ത ഒരാളെ കൊല്ലാൻ പശുവിറച്ചി കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന നിലയിലേക്ക് നമ്മുടെ നാടെത്തിയില്ലേ? എത്തിയില്ലേ? ഇപ്പോ വിദ്വേഷത്തിന്റെ പ്രചാരകർ എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉത്തരേന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നതെന്നാവും നിങ്ങൾ കരുതുന്നത്. ഉത്തരേന്ത്യ ഒക്കെ കഴിഞ്ഞ് ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ. ചില ആളുകൾ കോൺഗ്രസിൽ അഭയം തിരയുന്നവരുണ്ട്. അങ്ങനെ ഒരു അഭയം കോൺഗ്രസിൽ ഇല്ല എന്ന് കർണാടക തെളിയിക്കുന്നുണ്ട്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് പട്ടാപ്പകൽ അടിച്ചു കൊല്ലപ്പെട്ടു മംഗലാപുരത്ത്, അതിർത്തിക്കപ്പുറത്ത്. നമ്മൾ കണ്ടില്ലേ? എല്ലാം അതിർത്തിക്കപ്പുറത്താണ്. അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതെന്താണ് വരാത്തത്? ഈ വർഗീയവാദികൾ, കൊടും ക്രിമിനലുകൾ എന്തേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല?
കേരളത്തിലെ വർഗീയവാദികളെല്ലാം പാസ്പോർട്ടും വിസയും എടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല, എല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മാളത്തിലാണ് 10 കൊല്ലമായി പുറത്തിറങ്ങിയിട്ടില്ല. എന്താ പുറത്തിറങ്ങാത്തത്? അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വരെ ഇത്തരത്തിലുള്ള വിദ്വേഷ കൊലകൾ നടക്കുന്ന കാലമായിട്ടും ഈ കേരളത്തിലെ ഒരു വർഗീയവാദിയും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം, ഈ കേരളത്തിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ച് കൊയ്യാൻ ശ്രമിച്ചാൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനും കലാപമുണ്ടാക്കാനും സംഘർഷമുണ്ടാക്കാനും ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ വിലങ്ങ് വെച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്ന് നന്നായി തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് എല്ലാം മാളത്തിൽ വിശ്രമിക്കുകയാണ്. ഒറ്റയാൾ പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലം എങ്ങനെയായിരുന്നു? ഉമ്മൻചാണ്ടി മാത്രമല്ല, AK ആന്റണി, K കരുണാകരൻ, കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോ എന്തായിരുന്നു അനുഭവം? ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പലരും മറന്നുപോയി. അങ്ങനെ മറക്കാറായിട്ടില്ല. മറക്കേണ്ടതാണ്, ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ അങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ സ്മൃതിപഥങ്ങളിൽ എവിടെയെങ്കിലും വേണം. പോലീസ് വെടിവെപ്പുകളുടെ, വർഗീയ കലാപങ്ങളുടെ, ആവർത്തിച്ച വർഗീയ സംഘർഷങ്ങളിൽ ഈ അമ്പാറ്റകളെ പോലെ വീണു പിടഞ്ഞു മരിച്ച നിരപരാധികളായ മനുഷ്യരുടെ വിലാപങ്ങൾ ഉയർന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? മാറാട് പോലെ. ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല, നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ സിറാജുന്നീസയെ പോലീസ് വെടിവെച്ച് കൊന്നത്. അതായിരുന്നു കേരളം. വർഗീയ സംഘർഷങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലാകെ അസ്വസ്ഥത പടർത്തിയ ഒരു കാലം. ആരും തെരുവിൽ വെച്ച് കൊല്ലപ്പെടാം എന്നൊരു കാലം. നിരന്തരം പോലീസ് വെടിവെപ്പ് ഉണ്ടായ ഒരു കാലം. അതിനിടയിലാണ് 10 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കേരള പോലീസ് വെടിവെച്ച് കൊന്നത്. അതായിരുന്നു ഈ കേരളം. അങ്ങനെ സൗകര്യപൂർവ്വം മറക്കരുത്. ആവർത്തിക്കാൻ പാടില്ലാത്തതെന്ന നിലയിൽ നമുക്ക് മറക്കാം. പക്ഷെ അതായിരുന്നു കാലം. എന്തേ അങ്ങനെ സംഭവിച്ചു? മൂകസാക്ഷികളായി നിന്നു സർക്കാർ. ഒരു വർഗീയവാദിക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ആർജവം UDF ഗവൺമെന്റിനുണ്ടായില്ല. എന്തുകൊണ്ട്? ഈ വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് കേരളത്തിലെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. വർഗീയവാദികളാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരുന്നു ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നയിച്ച കേരളത്തിലെ ഗവൺമെന്റുകൾ. പ്രവീൺ തൊഗാഡിയ അന്നൊരു നാളിലാണ് കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം തുപ്പുന്ന സമൂഹത്തിൽ കലാപത്തിന് വഴിമരുന്നിടുന്ന ഒരു പ്രസംഗം നടത്തി. സ്വാഭാവികമായും പോലീസ് കേസെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തും RSSും അന്ത്യശാസനം പുറപ്പെടുവിച്ചു. ഇപ്പൊ പിൻവലിക്കണം കേസ്. മുട്ടുപറച്ച് മൂത്രമൊഴിച്ചുകൊണ്ട് ആ കേസ് പിൻവലിച്ചു കൊടുത്തു. തിരുവനന്തപുരം MG കോളേജിൽ ഒരു പോലീസ് ഓഫീസറെ കൊല്ലാൻ തീരുമാനിച്ചു RSSന്റെ ക്രിമിനൽ സംഘം. മാരക പ്രഹരശേഷിയുള്ള ബോംബെറിഞ്ഞു. ആ ഓഫീസറുടെ ഒരു കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. RSSന്റെ കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം പുറപ്പെടുവിച്ചു. ഇപ്പൊ പിൻവലിച്ചോളണം. രണ്ടാമതൊന്നും ആലോചിക്കാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് പിൻവലിച്ചു കൊടുത്തു. ഇത് ഏകപക്ഷീയമായിരുന്നില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ പ്രതികളായ എല്ലാ കേസും പിൻവലിച്ചു. കൊടുത്തു. UDF മന്ത്രിസഭയിലെ ചുരുങ്ങിയത് 4 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും റിക്രൂട്ട് ചെയ്തവർ മന്ത്രി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു കാലമായിരുന്നു. RSSും പോപ്പുലർ ഫ്രണ്ടും ഇരു വർഗീയവാദികളും UDF സർക്കാരിനെ ഹൈജാക്ക് ചെയ്തൊരു കാലം. വർഗീയ സംഘർഷങ്ങളിൽ മലയാളിയുടെ സ്വൈര്യം നഷ്ടപ്പെട്ടൊരു കാലം. ആരും എപ്പോഴും കൊല്ലപ്പെട്ടേക്കാം എന്നൊരു കാലം. അതായിരുന്നു UDFന്റെ ഭരണകാലം. ഇപ്പോ ചില ആളുകൾ സൗകര്യപൂർവ്വം അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്.
ആ കേരളത്തിലാണ് 10 കൊല്ലമായി വർഗീയ സംഘർഷങ്ങളില്ല, പോലീസ് വെടിവെപ്പുകളില്ല, വർഗീയ സംഘർഷത്തിൽ പരിക്കേറ്റ മനുഷ്യരുടെ സങ്കടമാരും ആർക്കും കേൾക്കാനാവില്ല. ഇങ്ങനെയൊരു നാടായി കേരളത്തെ മാറ്റി. ആ നേട്ടത്തിന്റെ മുന്നിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു മറ്റെല്ലാ നേട്ടവും ഈ നേട്ടത്തിന്റെ താഴെയാണ് വരിക. സമാധാനമായി സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായി. ഇപ്പോ കേരളത്തിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഏത് മാർഗത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്? എല്ലാ ജനാധിപത്യ വിരുദ്ധ രീതികളും പരീക്ഷിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. 2021 മെയ് മാസം 2-ാം തീയതിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ. ഞാനിപ്പോഴും ഓർക്കുന്നു, മെയ് മാസം 1-ാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. അപ്പൊ തലക്കെട്ടിന്റെ കൗതുകം കൊണ്ട് ബാക്കി വായിച്ചു. അപ്പൊ തുടർന്ന് ഇങ്ങനെ എഴുതി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി. ഇതായിരുന്നു വാർത്ത. വോട്ട് പിറ്റേ ദിവസം എണ്ണാൻ പോകുന്നു, പക്ഷേ തർക്കം പരിഹരിച്ചു എന്ന വാർത്ത തലേ ദിവസം വന്നു. എന്താ ഇങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം? ആ വാർത്ത മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നില്ല, സത്യമായിരുന്നു. അത്രയ്ക്ക് ഉറച്ചു വിശ്വസിച്ചിരുന്നു 2021 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ UDF ഗവൺമെന്റ് വരും എന്നാണ് അവർ കരുതിയത്. അങ്ങനെ വിശ്വസിക്കാൻ 2 കാരണം. ഒന്ന്, കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രം. 5 കൊല്ലം കൂടുമ്പോ ഗവൺമെന്റ് മാറും. 5 കൊല്ലം LDF ആണെങ്കിൽ 5 കൊല്ലം UDF. അത് കേരളത്തിന്റെ ഒരു പാരമ്പര്യ രീതിയായിരുന്നു. ചാഞ്ചാട്ടമുള്ള ഒരു നാടാണ് കേരളം എന്നൊക്കെ കേരളത്തിന് പുറത്തുള്ളവർ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2-ാമത്തെ കാരണം, ആദ്യ പിണറായി സർക്കാരിന്റെ അവസാനത്തെ 6 മാസം കേരളത്തിൽ വൻതോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ, മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ UDF-ഉം BJP-യും സജീവമായി പങ്കുവഹിച്ച വിവാദം. ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ചിരിയാണ് വരിക. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി, ഖുറാന്റെ ഇടയിൽ സ്വർണം, ഇല്ലേ, എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് നിരന്തരം ആവർത്തിച്ച് പ്രചരണം നടത്തി. മാധ്യമങ്ങൾ ആ കള്ളപ്രചരണത്തോടൊപ്പം നിന്നു. അപ്പൊ UDF-ന്റെ നേതൃത്വം കണക്കുകൂട്ടി, സ്ഥിരബുദ്ധിയുള്ളവരിൽ അധികം പേരൊന്നും ഈ പ്രചരണം വിശ്വസിക്കില്ല. എന്നാലും ഏതെങ്കിലും വിവരദോഷികൾ വിശ്വസിച്ചാൽ അത്രയോ ആയി. വോട്ടിൽ വിവരദോഷിയുടെ വോട്ട്, വിവരമുള്ളവന്റെ വോട്ടൊന്നും പ്രത്യേകതയില്ല, വോട്ടല്ല ഒന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് വിവരം കുറഞ്ഞവരെങ്കിലും വിശ്വസിച്ചാൽ അത്രയും നേട്ടം. അതാണ് കോൺഗ്രസ് ആലോചിച്ചത്. അപ്പൊ ഇങ്ങനെയെല്ലാമായി കേരളത്തിൽ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചു. സ്വാഭാവികമായി UDF-ന്റെ മാനസികാവസ്ഥ തകരാറിലായി. പിന്നീട് ഇതുവരെ കേരളത്തിലെ UDF-ന്റെ മാനസിക നില നേരെയായിട്ടില്ല. അന്നു മുതൽ ഇന്നോളം മാനസിക നില നേരെയാവാത്ത ഒരു വിഭാഗമാണ് UDF എന്നതിന്റെ തെളിവ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ മാത്രം മതി. സാധാരണ നിലയിലുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണങ്ങളോ ഭാവഹാവാദികളോ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയേയില്ല. പ്രശ്നം എന്താണ്? LDF-ന് തുടർഭരണം കിട്ടി എന്നതാണ്, തുടർഭരണം ലഭിച്ചു എന്നതാണ്. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി ഇത് ആവർത്തിച്ചാൽ UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മാനസികാരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങേണ്ടതായിട്ട് വരും. അത് ഉറപ്പാണ്. അപ്പൊ ഇതെല്ലാം അവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് ഏത് വിധേനയും അധികാരം പിടിക്കുക എന്നതാണ്. ജനാധിപത്യത്തിൽ അതിന് അനുവദനീയമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? കോടികൾ കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് മാനേജറെ കൊണ്ടുവന്നിരിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം, കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക,
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ. അതിനാണ്. അല്ലാതെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് മാനേജർമാരുടെ ആവശ്യമുണ്ടോ? ഇല്ല. സത്യസന്ധമായിട്ട് നടത്തിയാൽ മതി. വളഞ്ഞ വഴികൾ കാണിച്ചു കൊടുക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അതിനെല്ലാമായിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് ആളെ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതിനു പുറമെ കേരളത്തെ ഏറ്റവും അപകടകരമായ ദിശയിലേക്ക് തള്ളിയിടാൻ ഇടയാക്കും വിധം കൊടിയ വർഗീയവാദികളുമായി തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കി കഴിഞ്ഞു. അത് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമി മാത്രമാണെന്ന് കരുതണ്ട. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം അത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. തിരഞ്ഞെടുപ്പിൽ പലർക്കും മാറി മാറി ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വോട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല ആർക്കാ ചെയ്തതെന്നൊന്നും. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ മുൻപൊക്കെ ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതാണ് പറയാറ്. ഒരു മണ്ഡലത്തിൽ LDF ആണെങ്കിൽ വേറെ മണ്ഡലത്തിൽ UDF, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. അതിനെയൊന്നും ആരും കണക്കാക്കിയിട്ടില്ല. അതിനെയൊന്നും ആരും വിമർശിക്കാനും പോയിട്ടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും UDF-ന് പിന്തുണ കൊടുത്തു ജമാഅത്തെ ഇസ്ലാമി. നമ്മൾ ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ പോയിട്ടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി ഇപ്പൊ വിമർശിക്കും. എന്താ വിമർശിക്കുന്നത്? UDF-ന് പിന്തുണ കൊടുത്തു എന്നതിന്റെ പേരിലല്ല. UDF-ലെ ഒരപ്രഖ്യാപിത ഘടകകക്ഷിയായി നിങ്ങൾ മാറി, അതും ഞങ്ങളുടെ പ്രശ്നമല്ല. പിന്നെയോ, കേരളത്തിൽ UDF-ന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയായി മാറി മുസ്ലിം ലീഗിന്റെയും അതുവഴി UDF-ന്റെയും രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ടോ ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ, അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാക്കിയ വിഷലിപ്തമായ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമായ പുതിയ പ്രവർത്തന ശൈലിയിലൂടെയാണ് ഇപ്പോ UDF മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ നാവായി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും വർഗീയതയുടെ വിഷമുണ്ട്. അതാണ് പ്രശ്നം. അത് ഈ നാടിനെ ദുർബലപ്പെടുത്തും. ഇവിടുത്തെ മതനിരപേക്ഷ അടിത്തറയെ ദുർബലപ്പെടുത്തും. ഒപ്പം RSS-ഉമായും സന്ധി ചെയ്യുന്നു. അതാണ് പ്രത്യേകത. RSS-ഉമായി സന്ധി ചെയ്യുമെന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല. 960 മുതലുള്ള ചരിത്രമുണ്ട് RSS കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ. ഞാൻ ആ ചരിത്രം ഇവിടെ വിശദീകരിക്കുന്നില്ല. അതിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ RSS-ന്റെ രണ്ടാമത്തെ ആചാര്യൻ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSS ആലോചിച്ച് ക്ഷണിച്ചത് കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഒരു മടിയും കൂടാതെ ആ ക്ഷണം സ്വീകരിച്ച് ചില്ലിട്ട് വെച്ച ഗോൾവൽക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് തലകുറിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഗോൾവൽക്കറുടെ അപദാനങ്ങൾ പ്രസംഗിച്ചു. ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഗാന്ധിജിയുടെ ജീവനെടുത്ത വിഷലിപ്തമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ ഒരു കോൺഗ്രസുകാരന് പുകഴ്ത്താൻ കഴിയും? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവ് RSS-ന്റെ സർസംഘചാലകനെ വാഴ്ത്തി പ്രസംഗിക്കൂ? ഇത് ചോദിക്കുമ്പോ പത്രക്കാരോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിന് പോയി എന്നാണ് പറയുന്നത്. ഏത് പുസ്തക പ്രകാശനം? നിങ്ങൾ പുസ്തക പ്രകാശനത്തിന് പോയ കഥയൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ചോദ്യം അതല്ല. നിങ്ങൾ പുസ്തക പ്രകാശനത്തിന് പോയോ എന്നതല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. അത് മറ്റൊരു പ്രശ്നം. നിങ്ങളും RSS-ഉം തമ്മിലുള്ള ബന്ധത്തിന്റെ അങ്ങനെ 100 തെളിവുകൾ ഉണ്ടാവാം. പക്ഷെ ഇപ്പോ ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും പരസ്യമായി വിചാരധാരയിൽ എഴുതി വെച്ച ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നതിന്റെ എല്ലാ വിഘടനവാദ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത ആ അർത്ഥത്തിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ ശത്രുവായ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSS-ന്റെ ക്ഷണം സ്വീകരിച്ചു പോയത് എന്തിന്? അതാണ് ചോദ്യം. അത് ചോദിച്ചാൽ പറയും, ഞാനൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയതേ ഉള്ളൂ എന്ന് പറയും. എന്ത് ചെയ്യും?
കളവ് പറയുവാൻ പ്രത്യേകമായ ബിരുദം നേടിയ ഒരാൾ അതിന് പുറപ്പെട്ടാൽ പിന്നെ നമുക്ക് അയാളോട് സഹതപിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ഇത് RSSും കോൺഗ്രസും തമ്മിലുള്ള കേരളത്തിലെ നിലവിലുള്ള ഇരിപ്പുവശം പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇതേ RSSന്റെ ശാഖ, ആ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രസംഗിച്ചത് KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇന്നലെ വരെ ഇരുന്ന നേതാവാണ്. RSSന്റെ ശാഖയ്ക്ക് എന്തിനാ കാവൽ നിൽക്കുന്നത്? RSSന്റെ ശാഖയിൽ എന്താ പ്രശ്നം? മുസോളിനിയുടെ സൈനിക പരിശീലന ക്യാമ്പ് നേരിട്ട് പോയി സന്ദർശിച്ച് മുസോളിനിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാണ് ഡോക്ടർ മുഞ്ചെ RSSന്റെ ശാഖ ഡിസൈൻ ചെയ്തത്. അത് ഇറ്റലിയിലെ ഫാസിസ്റ്റുകളുടെ സൈനിക പരിശീലന ക്യാമ്പിൽ നിന്ന് പകർന്നു കിട്ടിയ അനുഭവങ്ങളാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ശാഖയിലേക്ക് വിടണം, വ്യായാമം പഠിപ്പിക്കാനാണ്. ഒരു വ്യായാമമല്ല. വ്യായാമം ഉണ്ടെങ്കിൽ അത് മേമ്പടി. എന്താണ്? ആയുധ പ്രയോഗമാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടം നാഗപ്പൂരിൽ OTC ഉണ്ട്, ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ്. അവിടെ പോയി പരിശീലനം നേടിയവരാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. എന്താ പരിശീലനം? എങ്ങനെ ഒരാളെ കൊല്ലാം. നിങ്ങൾ കരുതും ഞാൻ അതിശോക്തിപരമായിട്ടെന്നോ പറയണം. അല്ല, ശിരോമാർ RSSന്റെ ശാഖയിലെ ഒരഭ്യാസമാണ്. എന്ന് വെച്ചാൽ ഒരാളെ തലക്കടിച്ചു കൊല്ലാൻ എവിടെ അടിക്കണം, തലയുടെ ഏത് ഭാഗത്തടിച്ചാലാണ് ഒറ്റയടിക്ക് ആള് മരിക്കുക. അതാണ് ശിരോമാർ. ആ കോഴ്സിന്റെ സിലബസ് അതാണ്. ആരുടെ നീളമുള്ള ഒരു മുളവടിയാണ് ആയുധം. ആയുധം കൊണ്ട് നിങ്ങൾ എതിരാളിയെ നേരിടുമ്പോ ഒറ്റയടിക്ക് ആള് മരിക്കണമെങ്കിൽ തലയുടെ ഏത് ഭാഗത്തടിക്കണം, എങ്ങനെ അടിക്കണം, എത്ര ദൂരം നിന്ന് അടിക്കണം, എത്ര ശക്തിയിൽ അടിക്കണം, ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അധോമാർ, കഴുത്തിന് താഴെയുള്ള ശരീരഭാഗത്തടിക്കുമ്പോ എവിടെ അടിച്ചാലാണ് മാരകമായി പരിക്കേൽക്കുക. വെറുതെ കണ്ണോടത്തൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അപ്പോ അതിന് ശാസ്ത്രീയമായി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അധോമാർ. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ കൊല്ലാനുള്ള ആയുധ പ്രയോഗങ്ങൾ പഠിപ്പിക്കുന്ന കളരികളാണ് RSSന്റെ ശാഖകൾ. അപ്പൊ ചിലയിടങ്ങളിൽ ശാഖ തുടങ്ങിയപ്പോ അവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരും നാട്ടുകാരും ഒക്കെ സംഘടിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇത് വേണ്ട, ഈ ആളെ അപകടപ്പെടുത്തുന്ന, ആളെ അപായപ്പെടുത്തുന്ന പരിശീലനമൊന്നും ഞങ്ങളുടെ നാട്ടിൽ വേണ്ട, ഇവിടെ സമാധാന അന്തരീക്ഷമുള്ള നാടാണ് എന്ന നില വന്നു. പ്രതിഷേധം വന്നു. ആ പ്രതിഷേധം വന്നപ്പോ ചില്ലറ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് നമ്മുടെ ശ്രീ K. സുധാകരൻ പറഞ്ഞത് RSSന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നു എന്ന്. അപ്പൊ RSS സഹായം അഭ്യർത്ഥിച്ചതെന്ന് കോൺഗ്രസിനോടാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ സംരക്ഷണ വലയത്തിനകത്താണ് കണ്ണൂർ ജില്ലയിൽ പലയിടത്തും RSS ശാഖകൾ നടത്തിയത്. ആ ശാഖകളിൽ പരിശീലനം നേടിയവരാണ് നൂറുകണക്കിന് CPIM പ്രവർത്തകരെ, CPI പ്രവർത്തകരെ, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവരെ ആക്രമിച്ചതും പരിക്കേൽപ്പിച്ചതും കൊന്നു തള്ളിയതും. അതാണ് ഈ നാടിന്റെ ചരിത്രം. അപ്പൊ RSSുമായിട്ടുള്ള ആ ഊഷ്മള ബന്ധം ഇന്നും കോൺഗ്രസ് സൂക്ഷിക്കുന്നുണ്ട്. ആ ഊഷ്മള ബന്ധത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു 60-ലെ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ, 71-ൽ പാലക്കാട്, 91-ൽ ബേപ്പൂര്, വടകര, അങ്ങനെ നീണ്ടു കിടക്കുന്നു. KG മാരാരുടെ ആത്മകഥയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ അത് കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇരുവർഗീയതയുമായി കോൺഗ്രസ് നേതൃത്വം UDF സഖ്യമുണ്ടാക്കുന്നു. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും ഒരു കൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. ഇരു വർഗീയവാദികളും ചേർന്ന് കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ അണിയറയിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോ മറ്റോ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെ നാടിന്റെ സമാധാനം ഒരു ഓർമ്മയായി മാറും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ആരോഗ്യമന്ത്രിക്കെതിരായ ഒരു പ്രതിഷേധം കണ്ണൂരിൽ. അതിന് പ്രതിഷേധം എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പൊ അവർക്ക് ആക്രമണം എന്നുള്ള വാക്ക് അറിഞ്ഞുകൂടാ. പ്രതിഷേധം എന്നാണ്. എന്തിനാ പ്രതിഷേധിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമായി വളർന്നു വന്ന ഒരു കാലമാണ് ഈ കാലം. അപ്പൊ മാധ്യമങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു കൊട്ടേഷൻ പ്രവർത്തനം എന്താണ്?
എവിടെ ഒരാളെ ഓപ്പറേഷൻ ചെയ്തപ്പോ വയറിന്റെ ഉള്ളിൽ കത്രിക പോയിന്നോ എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് ഓപ്പറേഷൻ ചെയ്താണ്, എന്ന് പോയ കത്രികയാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. വേണമെങ്കിൽ അത് അന്വേഷിച്ചു പോയാൽ ഏത് കാലത്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അന്വേഷിച്ചു പോയി അതിന്റെ കാലം കണ്ടുപിടിച്ച് അന്നാരായിരുന്നു മന്ത്രി എന്ന് പറയലല്ല അതിന്റെ മറുപടി. പിന്നെയോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ഏതെങ്കിലും ഒരു ഡോക്ടർ ബോധപൂർവം കിടക്കട്ട ഒരു കത്രിക വയറ്റിൽ എന്ന് വെച്ചിട്ട് വെച്ചു കൊടുത്തതായിരിക്കുമോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സാധാരണ ചിന്താഗതിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ലേ? സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അതൊരു അബദ്ധം പറ്റിയതാണ്, ഒരു തെറ്റ്, ഒരു പെശക്, മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. അതെവിടെയും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം വാർത്തകൾ വരാറുണ്ട്. അതിനെ ന്യായീകരിക്കാനോ അത് നന്നായി എന്ന് പറയാനോ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സംബന്ധിച്ച് പരിശോധന നടത്തണം. ആരായിരുന്നു സർജറി നടത്തിയ ഡോക്ടർ? ആ സർജറിയെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ ആരൊക്കെയാണ്? എന്തുകൊണ്ടിങ്ങനെ ഈ അബദ്ധം സംഭവിച്ചു? ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മേലിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത, മുൻകരുതൽ എടുക്കണം. അതല്ലേ ചെയ്യാൻ കഴിയുക? അതേ ചെയ്യാൻ പറ്റും. ലോകത്തിൽ എവിടെ സംഭവിച്ചാലും അങ്ങനെയാണ് ചെയ്യുക. കേരളത്തിൽ മാത്രം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി അടിച്ച് ശരിപ്പെടുത്തണം. ഇതെവിടുത്തെ ന്യായമാണ്? കേരളത്തിലെ ആരോഗ്യ മേഖല ആർജിച്ച പുരോഗതി എത്ര വലുതാണ്! ഒരു മാസം മുൻപ് പുറത്തു വന്നൊരു വാർത്ത, ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ മനുഷ്യഹൃദയം മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആദ്യമായി. ഏതെങ്കിലും പത്രം ആഘോഷപൂർവ്വം ആ വാർത്ത ഏറ്റെടുത്തു. രാജ്യത്തെ ആരോഗ്യ വിദഗ്ധരെല്ലാം അത്ഭുതാതരമോടെ കേരളത്തെ നോക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ മനുഷ്യഹൃദയം മാറ്റിവെച്ചു. എവിടെ? നമ്മുടെ എറണാകുളത്ത്. ഈ എറണാകുളത്ത് നമ്മളാണ് ആ നേട്ടത്തിന് അർഹരായത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരേ ദിവസം ഒരേ സമയം മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരു വ്യക്തിയുടെ അന്ത്യാഭിലാഷ പ്രകാരം ഹൃദയം, ശ്വാസകോശം, കിഡ്നി, ഈ 3 അവയവങ്ങളും 3 മനുഷ്യരുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൽഹി എയിംസിൽ നിന്ന് വരെ ഒരേ സമയം ഈ 3 പരമപ്രധാനമായ അവയവങ്ങളുടെ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് 24 ലക്ഷം മനുഷ്യർ ഈ കഴിഞ്ഞ 4.5 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഗൗരവതരമായ അസുഖം ബാധിച്ചു വരികയും ചികിത്സ നേടി സുഖപ്പെട്ട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി സർക്കാർ 7,702 കോടി രൂപ ചെലവഴിച്ചു. ഇന്ത്യയിലെ റെക്കോർഡാണിത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടി വന്ന് സർജറിക്ക് വിധേയരായി ഇങ്ങനെയൊക്കെ വന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോ ഒരാൾ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം, 10 പേരുടെ കാര്യത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ ആരോഗ്യ സംവിധാനത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്നവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതിന്റെ പിന്നിൽ മറ്റു ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്നറിയുമ്പോഴാണ് ചിത്രം വ്യക്തമാവുക. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും മികച്ച ആശുപത്രികളും നമുക്കുണ്ട്, ഒരു സംശയവുമില്ല. എറണാകുളം ജില്ലയിൽ എത്ര മികച്ച സ്വകാര്യ ആശുപത്രികളുണ്ട്! ഇപ്പോ ലോകത്തിലെ ചില കുത്തക കമ്പനികൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കിംസ് ഇപ്പൊ മലയാളിയുടേതല്ല. അമേരിക്കയിലെ ഒരു വൻകിട കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ, അതുപോലെ തന്നെ KKR മറ്റൊരു വലിയ കമ്പനി, ഇതെല്ലാം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വാങ്ങി? എല്ലാം വാങ്ങി. തിരുവനന്തപുരം കിംസ്, എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ, മിംസിന്റെ എല്ലാ ആശുപത്രി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ യോഗം ഇവിടെ ചേരുന്ന സമയത്തും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്തെ ഒരാൾ പറഞ്ഞത് 6 മാസം കൂടി കഴിയുമ്പോഴേക്ക് കേരളത്തിലെ 90% മികച്ച സ്വകാര്യ ആശുപത്രികളും ഈ കമ്പനികൾ വാങ്ങിക്കഴിയും. നിങ്ങൾ ചെല്ലുമ്പോ അവിടുത്തെ മാനേജരും
കൗണ്ടറിൽ ഇരിക്കുന്ന ആളൊക്കെ പഴയ ആൾ തന്നെയായിരിക്കും. പക്ഷെ മുതലാളി മാറി. മുതലാളി ബ്ലാക്ക് സ്റ്റോൺ ആണ്, മുതലാളി KKR ആണ്, അമേരിക്കൻ കുത്തക കമ്പനിയാണ്. അവരിതെല്ലാം വാങ്ങും. കോടിക്കണക്കിന് രൂപയ്ക്കാണ് കച്ചവടം. നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ അമേരിക്കൻ ആശുപത്രികളായി മാറി. അപ്പോ ഈ ആശുപത്രികളെ സഹായിക്കണം. അവർ കോടികൾ മുടക്കി വാങ്ങിയതാണ്. എങ്ങനെ സഹായിക്കും? കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടറെ കണ്ടാൽ ഓപ്പറേഷൻ നടത്തിയാൽ വയറ്റിൽ കത്രികയാവും എന്ന് നിരന്തരം പ്രചരിപ്പിച്ചാൽ ഒരാൾക്ക് അസുഖം വരുമ്പോ പെട്ടെന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് തോന്നുന്നു. അയ്യോ, അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ്റിൽ കത്രിക ആയി പോവും. അതുകൊണ്ടോ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാം. അവിടെ പോണെങ്കിലോ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, ദശലക്ഷങ്ങൾ വേണം. അപ്പൊ അതിനെന്ത് വേണം? ചിലപ്പോ വീട് വിൽക്കേണ്ടി വരും, ചിലപ്പോ സ്ഥലം വിൽക്കേണ്ടി വരും, ചിലപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഇങ്ങനെ വിറ്റ് എങ്ങനെയെങ്കിലും പണം സമാഹരിച്ച് കടം വാങ്ങി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ ഏതൊരു സാധാരണക്കാരെയും പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന നിലയിലാണ് കേരളത്തിൽ സർക്കാർ ആശുപത്രികൾക്കെതിരായി നടക്കുന്ന ഈ ക്യാമ്പയിൻ. എന്നാൽ സർക്കാർ ആശുപത്രികൾ വന്നിട്ടുള്ള മാറ്റം എത്ര വലുതാണ്! ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാടും കാസർഗോഡും 4 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടിയത് 4 മാസം മുമ്പാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 4 സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ഇപ്പോ ദേശീയ അംഗീകാരം കിട്ടി. എല്ലാ ആശുപത്രികളിലും സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ, മികച്ച സൗകര്യങ്ങൾ, ഏറ്റവും പരിചയസമ്പന്നരായ ഡോക്ടർമാർ എല്ലാം ഉണ്ട്. 25 ലക്ഷവും 50 ലക്ഷവും ആളുകളെ ചികിത്സിക്കുന്നതിനിടയിൽ ചിലപ്പോ മാനുഷികമായ ഒരു കയ്യബദ്ധം ഒരിടത്ത് വന്നിട്ടുണ്ടാവാം. അത് അവിടെ പരിശോധിച്ച് തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് സർക്കാർ മുൻപോട്ട് പോകുമ്പോ ഒരു വ്യാജ പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർത്ത് അമേരിക്കൻ മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർക്ക് ന്യായമായും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും എന്ന് സംശയിച്ചാൽ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഈ വ്യാജ പ്രചാര വേല ഉയർത്തിപ്പിടിച്ചാണ് ആരോഗ്യമന്ത്രിക്കെതിരായ ആക്രമണം നടത്തുന്നത്. എന്താ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം? നിങ്ങൾ ആലോചിക്കണം. കണ്ണൂരിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു കയ്യേറ്റം ഉണ്ടായാൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖമായി നിൽക്കുന്ന ഒരു മന്ത്രി ആ മന്ത്രിയെ കയ്യേറ്റത്തിന് വിധേയമാക്കിയാൽ സ്വാഭാവികമായും ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരുമെന്നും ചിലപ്പോഴത് അതിരിവിടുമെന്നും ഏത് കനകോലുവിനും അറിയാം. അങ്ങനെ വിടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോ സംഘർഷങ്ങളുടേതായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ ഇതേ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതാ ഇടതുപക്ഷ ആക്രമണം, ആ ആക്രമണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ പ്രചരണം ആരംഭിക്കാം. അപ്പൊ ഇടതുപക്ഷ പ്രവർത്തകരെ കൊണ്ട് ചെറിയ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടാൻ കൂടിയാണ് ഈ ആക്രമണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ്? എല്ലായിടത്തും പ്രതിഷേധം ഉണ്ടാവണം, പക്ഷേ ഈ പ്രകോപനങ്ങളിൽ കുടുങ്ങി ഏതെങ്കിലും തരത്തിലുള്ള അതിരുവിട്ട പ്രതിഷേധത്തിലേക്ക്, ആക്രമണങ്ങളിലേക്ക് പോകരുത് എന്നാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ബോധപൂർവം ക്രമസമാധാന നില തകർത്ത് ഒരു കലാപമുണ്ടാക്കി ആ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യാജ പ്രതീതി ഉണ്ടാക്കാൻ, വലിയ പ്രചാരവേല നടത്താൻ, അങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഹീനമായ പലതും നമുക്ക് കാണേണ്ടതായിട്ട് വരും. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതളവ് വരെ പോകാനും യാതൊരു മടിയുമില്ലാത്ത, ഏത് നീച കൃത്യം ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിട്ടുണ്ട്. അവരെയെല്ലാം സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് ഇപ്പോ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ആ ദിശയിൽ മുൻപോട്ട് പോവുകയല്ലാതെ നമുക്ക് മാർഗമില്ല. കേരളത്തിൽ വരുത്തിയിട്ടുള്ള ഈ മഹത്തായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, മനുഷ്യന് കൂടുതൽ കൂടുതൽ സമ്പൽ സമൃദ്ധമായ, സമാധാന സമ്പൂർണമായ ഒരു ജീവിതം ഈ മണ്ണിൽ സ്ഥിരമായി നിലനിൽക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് നയിക്കാൻ എല്ലാ വിഭാഗം ആളുകളെയും ബോധവൽക്കരിക്കുക, അവരുടെ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുന്നവരെ അകറ്റി നിർത്താൻ നമുക്ക് പരിശ്രമിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതിന് ഇടപ്പള്ളിയിലെ മഹാസമരത്തിന് നേതൃത്വം നൽകിയ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ധീരയോദ്ധാക്കൾ തനിക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ സ്വന്തമെന്ന വാക്കു മറന്ന് സഹപ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ വീരസാഹസികമായ പാതയിൽ മുൻപോട്ട് പോയ പ്രിയപ്പെട്ട ഉശിരന്മാരായ ധീരരായ ഇടപ്പള്ളിയിലെ യോദ്ധാക്കളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.